ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതൊരു മുമ്പേ സീരിയലിലെ ഇനി വരാൻ പോകുന്നൊരു അപ്കമിങ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അലീന ഉപദേശിക്കുന്നുണ്ട് തൻ്റെ വലിയപ്പച്ചനതെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ കേടുപാട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ, ഓ മോളെ ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ, ഇനി ഞാൻ കുടിക്കാതെ ശ്രദ്ധിച്ചോളാം, ആ പേടി വേണം എന്നിങ്ങനെ പറയാണ്. ശേഷം അലീനടുത്ത് നമ്മുടെ വലിയപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ അത് ഞാൻ നാളെ പുനലൂർക്ക് തിരിച്ചു പോകും കേട്ടോ. അയ്യോ, നാളെ വലിയപ്പച്ചൻ തിരിച്ചു പോവാണോ? ഞാൻ വന്നിട്ട് 2 ദിവസമായില്ലേ മോളെ, വന്നിട്ട് അന്ന് തന്നെ പോകാൻ വെച്ചിട്ട് ഞാൻ നിന്നത്. പക്ഷേ ഇനിയിപ്പോൾ 2 ദിവസമായില്ലേ, എനിക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് മോളെ. പോയിട്ട് ഞാൻ 2 ദിവസം തന്നെ തിരിച്ചു വരാം. വലിയപ്പച്ചനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ആകെ ഒറ്റപ്പെട്ടു പോലെയാവും. എൻ്റെ ചിന്നമ്മേനെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോവോ? തീർച്ചയായിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. നാളെ പോയിട്ട് നാളെ വരാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നാളെ തന്നെ തിരിച്ചു വന്നാനേ, നാളെ കഴിഞ്ഞിട്ട് വലിയപ്പച്ചൻ തിരിച്ചു വരാൻ കേട്ടോ എന്ന് പറയാണ്. അതിനൊക്കെ വരാത്ത വിഷമമൊക്കെ തോന്നുന്നു കേട്ടോ. കാരണം ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് നാളെ തിരിച്ചു പോവുകയല്ലേ. അത് ആലോചിക്കുമ്പോൾ അതിനെ വല്ലാത്തൊരു വിഷമത്തിലാണ്. മോള് വിഷമിക്കേണ്ട. അല്ല മോളെന്തിനാ, ഞാൻ വന്നപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ ആകെ വിഷമത്തിലായിരുന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല വലിയപ്പച്ച, ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കായിരുന്നു, എങ്കിലും മോള് കിടന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔതുക്കുട്ടി അപ്പുറത്തേക്ക് പോവാട്ടോ. അലീന രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ബബിതേനെ വിളിക്കുകയാണ്. മോളെ നീ ഉറങ്ങിയായിരുന്നോ? ഓ ഇല്ല ചേച്ചി, ഞാൻ ഉറങ്ങിയില്ല, ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ, അമ്മയായിട്ടുള്ള സ്റ്റണ്ട് തീർന്നേ ഉള്ളൂ. എന്തിനാ മേഡുമായിട്ട് വഴക്കുണ്ടാക്കിയത്? ഒന്നും പറയണ്ട, അമ്മയുടെ രീതികളൊക്കെ ചേച്ചിക്ക് അറിയാലോ. ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് അച്ഛൻ ഇന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി, അതൊട്ടും പിടിച്ചില്ല അമ്മക്ക്. അപ്പോൾ അമ്മേനെ വിളിച്ചില്ലേ അച്ഛൻ? എവിടെ വിളിക്കാനോ, അവരുടെ ഒരു പരസ്പരം മുഖത്ത് പോലും നോക്കിയിട്ട് വേണ്ടേ. അതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കായിരുന്നു. ഞാനും വിട്ടുകൊടുത്തില്ല, ഞാനും തിരിച്ചു പറഞ്ഞു. മോളെ വേണ്ട മോളെ, വെറുതെ പ്രശ്നവും കാര്യങ്ങളൊന്നും വേണ്ട. ആ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് മോൾക്കറിയാലോ. നിങ്ങളെല്ലാവരും പഴയ പോലെ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ വേണ്ട ഞാൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ നിങ്ങളിപ്പോഴും വഴക്കനെയാണെന്ന് അറിയുമ്പോൾ എനിക്ക് എത്രമാത്രം വിഷമമെന്ന് മോൾ ആലോചിച്ച് നോക്ക്. ചേച്ചിയോടുള്ള സമയത്തും ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ എപ്പോഴും വഴക്ക് തന്നെയാണ്. പിന്നെ മുമ്പൊന്നും അച്ഛൻ മിണ്ടാതിരിക്കുമായിരുന്നു, ഇപ്പം മിണ്ടാതിരിക്കുന്നില്ല. അതേ ഉള്ളൊരു ഒരു മാറ്റം, അല്ലാതെ അമ്മേനെ തിരുത്താൻ ആർക്കും പറ്റില്ല ചേച്ചി. ദേ നീ വെറുതെ വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു പ്രതികരിക്കാനും നിൽക്കരുത് എന്നൊക്കെ പറയാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ബബിത ഫോൺ വെക്കുന്നുണ്ട്. അലീനക്ക് ആകെ വിഷമമായി പോവാട്ടോ. കാരണം തൻ്റെ അനിയത്തിമാരും സഹോദരങ്ങളൊക്കെ അവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അലീനക്ക് നല്ല ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബബിത രാവിലെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെ നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ രോഹിയേട്ടന്റെ റൂമിലായിരുന്നു. ഈ സമയത്ത് രോഹിയുടെ റൂമിൽ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രോഹി എന്റെ സഹോദരനല്ലേ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും കൂടപ്പിറപ്പാണെങ്കിലും ആരാണെങ്കിലും പെൺപിള്ളേര് വളർന്നു കഴിഞ്ഞാലേ ഒരു അകലമൊക്കെ പാലിക്കണം. ഓഹോ അങ്ങനെയാണോ? അതെ അങ്ങനെയാണ് എന്ന് പറയുമ്പോ, എങ്കിലേ അമ്മ എനിക്ക് പറഞ്ഞതാ. അമ്മക്കുണ്ടായിരുന്നല്ലോ 3-4 ചേട്ടന്മാര്, അവരായിട്ട് അമ്മ എത്രമാത്രം അകലം പാലിച്ചിട്ടുണ്ട്. അല്ല എനിക്കൊന്ന് അറിഞ്ഞിരിക്കാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരനായിട്ട് എനിക്ക് അത്രയും അകലം പാലിക്കാലോ. ബബി നീ എന്താ എന്നോട് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുവാണോ? ഞാൻ വഴക്കിന് വന്നോ? ഒരു സഹോദരനായിട്ട് പോലും സംസാരിച്ചാൽ പോലും ഇങ്ങനെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്ന ഒരു അമ്മ വേറെ എവിടെ ഉണ്ടാവില്ല. എടി ഞാനേ നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയാ പറയണത്. നീ പറഞ്ഞതൊക്കെ മുതിർന്നവർ പറഞ്ഞ നീ കേട്ടില്ലേ? സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും പെൺപിള്ളേരൊരു പ്രായം കഴിഞ്ഞാൽ മാറ്റിക്കെടുത്തണമെന്ന്. അതെന്തിനാണ്? അത് ഇതിനെയൊക്കെ തന്നെയാണ്. സഹോദരനാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി, ദേ പാതിരാത്രിയിലുള്ള സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടുന്ന് പോവാണ്. അത് ബബിതക്ക് ശരിക്കും ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ബബിത അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്. ചേച്ചി ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ മോളെ, എന്താ കാര്യം? ഞാൻ രോഹിണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. സഹോദരനാണെങ്കിലും അച്ഛനാണെങ്കിലും പാതിരാത്രി റൂമിലൊന്നും കയറി സംസാരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും തമ്മിൽ ഒരു അകലം വേണമെന്നൊക്കെയാ അമ്മ പറയണത്. അത് നിങ്ങളെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണത് വൈജയന്തി മേഡത്തിന് ഇപ്പൊ വലിയൊരു അടിയായി പോയല്ലോ. നിങ്ങളുടെ എല്ലാവരും വെവ്വേറെ നിന്നാൽ മാത്രമേ വൈജയന്തിയുടെ മേഡത്തിന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിൽക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും വേർതിരിക്കാൻ വേണ്ടിയിട്ടാ നിന്റെ അമ്മ അങ്ങനെയൊക്കെ പറയണത്. നീ ആ രീതിയിൽ എടുത്താൽ മതി. നോക്ക്, നിങ്ങൾ സഹോദരങ്ങളാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അല്ലാതെ
അമ്മ നിന്റെ മാഡം പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നിനക്ക് കാര്യം മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. ആ അതെ, നിങ്ങളുടെ മനസ്സിൽ ഒരു തീപ്പൊരി കൊണ്ടുവന്നിടണം, അതാണ് മാഡത്തിന്റെ ഉദ്ദേശം. അതില് മാഡം വിജയിക്കുന്നു ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നിന്നോട് പറഞ്ഞത്. നീ അതൊന്നും കാര്യത്തിലെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബബിതനെ ഉപദേശിക്കുകയാണ് നമ്മുടെ അലീന കേട്ടോ. ബബിതക്കും വല്ലാത്ത വിഷമം തോന്നുന്നു. എന്നാലും അമ്മയുടെ വല്ലാത്തൊരു സ്വഭാവം തന്നെ, വിഷജന്തു എന്നൊക്കെ ബബിതയും ഇങ്ങനെ വിചാരിക്കാട്ടോ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വൈജയന്തി വീണ്ടും നമ്മുടെ ബാങ്കിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. രാവിലെ തന്നെ എങ്ങനെ പോകുമെന്ന് അറിയില്ല. ബാലചന്ദ്രന്റെ കൂടെ വണ്ടിയിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് വൈജയന്തിക്ക്. പക്ഷെ ബാലചന്ദ്രൻ വിളിക്കില്ലെന്ന് വൈജയന്തിക്ക് നന്നായിട്ട് അറിയാം. ബാലചന്ദ്രന്റെ കാറിൽ കയറി ഇരുന്നാലോ, പെട്രോൾ വെറുതെ തീർക്കണ്ടല്ലോ, തന്റെ കാറ് ശരി എപ്പോഴും റെഡി ആയിട്ടില്ല, വെറുതെ വണ്ടിയൊക്കെ വിളിച്ചു വരുത്തി വെറുതെ പൈസ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ബാലചന്ദ്രന്റെ കൂടെ കാറിൽ കയറാം, ഇവിടെ കുറച്ചു നേരം അടിഞ്ഞൊരുങ്ങി നിൽക്കാം, ബാലചന്ദ്രൻ കാറിൽ കയറ്റുമായിരിക്കും എന്നൊരു പ്രതീക്ഷയാണ് വൈജയന്തിക്ക്. പക്ഷെ വൈജയന്തിനെ മൈൻഡ് ചെയ്യാതെ നേരെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. വൈജയന്തിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. കുഴപ്പമില്ല, ഞാൻ തോറ്റൊന്നും വിചാരിക്കണ്ട, ഓട്ടോ വിളിച്ചിട്ടാണെങ്കിൽ വൈജയന്തി ഇന്ന് ജോലിക്ക് പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ സ്റ്റാൻഡ് വിളിച്ചിട്ട് ആ ഒരു ഓട്ടോ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ കയറി പോവാണ് വൈജയന്തി കേട്ടോ. അങ്ങനെ വൈജയന്തി ബാങ്കിൽ പോയി നിന്നിട്ടും ഒരു സമാധാനമില്ല. തന്റെ മക്കളെ തന്നിലേക്ക് പഴയ പോലെ ആക്കണം, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ബാലചന്ദ്രനെ കുറിച്ച് കുറച്ച് കുറ്റവും കുറവും പറഞ്ഞാലും പണ്ടത്തെ പോലെയല്ല, അവര് തന്നെ വിശ്വസിക്കണമെന്നുമില്ല. ഇനിയിപ്പോ എങ്ങനെയാ തന്റെ മക്കളെ തന്റെ അടുത്തേക്കൊന്നും ആക്കുക എന്ന് വിചാരിച്ച് തല പുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈജയന്തി. അതേ സമയത്ത് ബാലചന്ദ്രനോട് തന്റെ അമ്മയും ബാലചന്ദ്രനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി മക്കളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും തമ്മിൽ വേറെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് നമുക്കറിയില്ല. അതെന്താന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് അച്ഛനോട് തന്നെ ചോദിച്ചാലോ എന്ന് ബബിത പറയുമ്പോൾ കൃഷ്ണമോള് പറയണ്ട്, വേണ്ട ചേച്ചി. ഓഹോ, അപ്പൊ നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാലേ? അറിയാം, എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ പറ മോളെ, എന്താ ശരിക്കും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം? ഇങ്ങനെ ജീവിച്ച് മതിയായി. ഇങ്ങനെ താമസിക്കുന്ന വീട്ടിലെ പിള്ളേരാ വഴിയൊക്കെ തെറ്റി പോണത്. ചേച്ചി, നമ്മളെ ഇപ്പൊ നോക്കണത് ആരാ? അലീന ചേച്ചിയല്ലേ? അലീന ചേച്ചി നേരായ വഴിയല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ അച്ഛനും നേരായ വഴി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ വഴിതെറ്റി പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോഴും നിന്റെ മനസ്സിലെ കാര്യം നീ പറയില്ലല്ലേ കൃഷ്ണമോളെ? ചേച്ചി, ഞാൻ എന്താ പറയേണ്ടത്? അല്ല, നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അമ്മയുടെയും അച്ഛനും തമ്മിൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്നും അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ എന്താ കാരണം എന്നൊക്കെ കൃഷ്ണമോളെ നിനക്ക് നന്നായിട്ട് അറിയാം. പറ മോളെ, എന്താ കാര്യം? അവർ തമ്മിൽ എന്തിനും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കെല്ലാം പറയാനുള്ള ഒരു ഇതില്ല ചേച്ചി. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നിങ്ങളുടെ ഇപ്പം പറയണ്ടെന്ന്. സമയമാകുമ്പോൾ അച്ഛൻ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയും. ഓഹോ, നിന്റെ അടുത്ത് അച്ഛൻ പറയുന്നതിനൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പൊ അച്ഛനെ നിന്നോട് പറയാലേ? അയ്യോ, എന്നോട് പറയാൻ ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ അമ്മയാണ് തെറ്റുകാരി, അമ്മയാണ് തെറ്റ് ചെയ്തത്. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ വലിയൊരു ചതിക്കുഴിയിൽ വീഴുമായിരുന്നു എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ പഞ്ചപാവമാണ്. അമ്മ ചെയ്ത ദ്രോഹങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും അമ്മയെടുത്ത് വെറുപ്പും അറുപ്പും തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊന്നും പറയാത്തത്. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, അമ്മ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്ന് മാത്രമേ കൃഷ്ണമോള് പറയുന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ രോഹിക്കും ബബിക്കും ഏറെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവർക്ക് അതിലുള്ള ബുദ്ധിയും ബോധമൊക്കെ ആയല്ലോ. അമ്മ അപ്പം മുമ്പ് എന്തൊക്കെയോ, അച്ഛനെ വിവാഹം കഴിക്കുന്ന മുമ്പ് എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബബിതക്കും രോഹിത്തിനും മനസ്സിലാവുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. Take care. Bye bye.